പത്തനംതിട്ട വാഴമുട്ടത്ത് ഗ്യാസ് സിലിണ്ടറിൽ ചോർച്ച. അടുപ്പുമായി ഘടിപ്പിക്കുമ്പോൾ സിലിണ്ടറിൽ നിന്നും വെള്ളപ്പുക കണ്ടു. സിലിണ്ടർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ അപകടമൊഴിവായി. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, പുക അവിടെയെല്ലാം പടർന്നല്ലോ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട വാഴമുട്ടം സ്വദേശിയായിട്ടുള്ള രഞ്ജിത്തിന്റെ വീട്ടിലാണ് ഈ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. സാധാരണഗതിയിൽ ഗ്യാസ് സിലിണ്ടറിന്റെ ചോർച്ച എന്ന് പറയുമ്പോൾ പലയിടങ്ങളിൽ നിന്നും വാർത്തകൾ വരാറുണ്ട്, അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ ഗ്യാസ് സിലിണ്ടർ അടുപ്പായി ഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ള നിറത്തിലുള്ള പുകയാണ് വന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ നിന്നും വെള്ള നിറത്തിലുള്ള പുകയൊന്നും വരാറില്ല. ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ വീട്ടുകാർ ഭയക്കുകയും അവർ ഈ സിലിണ്ടർ വീടിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ദൃശ്യത്തിൽ കാണുന്നത് വീടിന് പുറത്തേക്ക് ഈ ഗ്യാസ് സിലിണ്ടർ എറിഞ്ഞതിന് ശേഷം ഏത് ഏജൻസിയുടേതാണ്? അതായത് ഭാരത് ഗ്യാസ് ആണോ, ഇന്ത്യൻ ആണോ, ഏത് ഏജൻസിയുടേതാണ്? അവർ നൽകുന്ന വിശദീകരണം എന്താണ് ഈ സംഭവത്തെ കുറിച്ച്? നമുക്ക് ഏത് ഏജൻസിയുടെ ആണെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും വീട്ടുകാർ വളരെയധികം ഭയന്നു. അതിനുശേഷം ഇവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ദൃശ്യത്തിൽ കാണുന്നത് പോലെ പരിസരത്തെല്ലാം വെള്ളപ്പുക ആകെ പടർന്ന് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏതായാലും എല്ലാവരും ഭയന്നു. പക്ഷേ അപകടമോ അല്ലെങ്കിൽ മറ്റൊരു പൊട്ടിത്തെറിയിലേക്കോ കാര്യങ്ങൾ. ശരി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക പ്രവീൺ പുരുഷോത്തമൻ. എങ്ങനെയാണ് ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഇങ്ങനെ വെള്ള പുക വന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇന്ത്യയുടെ കുറ്റിയാണെന്നാണ് കുറ്റിയിൽ എഴുതിയിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സിലിണ്ടർ വിതരണം ചെയ്ത ഏജൻസിയിൽ നിന്ന്, ഒപ്പം തന്നെ അതിന്റെ മാതൃ കമ്പനിയിൽ നിന്നൊക്കെയുള്ള വിശദീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതാണ്. പത്തനംതിട്ട വാഴമുട്ടത്താണ് ഗ്യാസ് സിലിണ്ടറിൽ ചോർച്ച കണ്ടയുടനെ ആ വീട്ടുകാർ സിലിണ്ടർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പോഴത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വെളുത്ത പുക സിലിണ്ടറിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അടുപ്പുമായി ഘടിപ്പിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്.